യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് വീണ്ടും ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കുന്ന അന്ധകാര ശക്തികളെ കുറിച്ചായിരുന്നു ഇന്നലത്തെ പ്രസംഗം. ഞാൻ ഈ മെസ്സേജ് കയറും മുമ്പ് നമ്മുടെ ചർച്ചുമായി ബന്ധപ്പെട്ടും ചർച്ചിൽ മെമ്പർഷിപ്പിലുള്ള ചിലരുടെ വേർപാട് സഭയ്ക്കേറെ ദുഃഖകരമായിരുന്നു. എങ്കിലും അവരെല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ ഉള്ളത് കൊണ്ടും ഇവിടെ ഉള്ള പ്രിയപ്പെട്ടവരെ ദൈവം സമാധാനത്താലും നിറയ്ക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സഭയ്ക്ക് എല്ലാവർക്കും മാന്യമായ യാത്രയപ്പ് കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മറ്റൊന്നും പറയാതെ ചില മിനിറ്റുകൾ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ്. അവിടെ എഴുതിയേക്കാണ്, ഇനിയും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. ഇന്നലെ നിന്റെ അതിരിനകത്ത് ശൂന്യത കാണത്തില്ലെന്നായിരുന്നു ഇന്നലെ പ്രസംഗിച്ചത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തകരമായൊരു ദൂത പറയാൻ പോകുന്നേ, നിന്റെ അതിരിനകത്ത് ഇനി നാശം കേൾക്കുകയില്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകാൻ പറയുക, എൻ്റെ ഈ മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കുന്ന ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി, സാംജി എടുത്തുകൊണ്ട് പോയി. സാംജിക്ക് അത് പ്രയോജനമാണെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ വെച്ച് സാംജി ഈ ഫോൺ താഴേക്കിട്ട് പൊട്ടിച്ചിതറിച്ച് കളഞ്ഞിട്ട് എനിക്കും സാംജിക്കും പ്രയോജനമില്ലാതാക്കി കളയുന്നതാണ് നശിപ്പിക്കുക എന്ന പദം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നീയും ഞാനും അനുഭവിക്കേണ്ട പല അനുഗ്രഹങ്ങളും ആർക്കും പ്രയോജനമില്ലാതെ നശിപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ ഇനിയും നിന്റെ അതിരിനകത്ത് കാണത്തില്ല. അങ്ങനൊരു സന്ദേശമാണ് ഇന്ന് പറയാൻ പോകുന്നത്. 3 സന്ദേശങ്ങൾ ഈ വചനത്തോട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ സന്ദേശം, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവം ഒരിക്കലും നിന്നെ നശിപ്പിക്കാൻ ഇടവരരുത്. 2, നിങ്ങൾ സ്വയം നശിപ്പിക്കാൻ മുതിരരുത്. 3, നിങ്ങളെ ഒരിക്കലും പിശാച് നശിപ്പിക്കരുത്. എങ്ങനെയാണ് ദൈവം വ്യക്തികളെ നശിപ്പിക്കുമോ? വ്യക്തികൾ സ്വയം നശിക്കുമോ? പിശാച് വ്യക്തികളെ നശിപ്പിക്കുമോ? സ്തോത്രം. 2-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ദൂത് 11-12 വാക്യങ്ങളിലുണ്ട്. ഇവിടെ പറയുകയാണ്, ഭയത്തോടും വിറയലോടും ദൈവത്തെ സേവിക്കണം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച്, ദൈവം കോപിച്ചാൽ ഒരു മനുഷ്യൻ നശിക്കുവാൻ ഇടയായിത്തീരും. ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പം സ്തോത്രം, ദൈവം അയച്ച പല ബാധകളും മിസ്രൈമിനെ നശിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയപ്പം ദൈവം അവരെ നശിപ്പിച്ചു. അപ്പം ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ പറയാം, ഒരു കാരണവശാലും ദൈവം നിന്നെ നശിപ്പിക്കാൻ ഇടവരരുത്. അവൻ കോപിച്ചിട്ട് നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. അതിനർത്ഥം ദൈവകോപം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ആ ആശയങ്ങൾ അങ്ങനെ പറഞ്ഞേ പാൻ പറ്റൂ. കാരണം ദൂതിലേക്ക് വരേണ്ടത് മറ്റൊരു ഭാഗമാണ്. 2-ാമത്തെ ഭാഗമാണ്, ഒരിക്കലും സ്വയം നശിക്കാൻ പാടില്ല. 1 കൊരിന്ത്യർ 3:16 നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പൗലോസ്ലീഹ വെളിപ്പാടുകളുടെ കൊടുമുടിയിൽ കയറിയിട്ട് പറയുക, നമ്മുടെ ശരീരം
ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതാരാ? അത് പിശാചല്ല നശിപ്പിക്കുന്നത്, ദൈവമല്ല നശിപ്പിക്കുന്നത്, സ്വയം നശിപ്പിക്കുക. അതെങ്ങനെ സ്വയം നശിപ്പിക്കുന്നേ? സ്തോത്രം. അഹങ്കാരവും നിഗളവും, സ്തോത്രം, ദുഷ്പ്രവൃത്തിയും അകത്ത് കയറിയിട്ട് ചെയ്യാത്തരുതാത്തതെല്ലാം ചെയ്തു കൂട്ടിയച്ച് സ്വയം നശിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. സ്വയം നശിക്കാതിരിക്കണമെങ്കിൽ ഈ ശരീരം വിശുദ്ധിയിൽ കാക്കണം. അത് അവരവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ബ്രദറെ, ഞാനൊരു ചർച്ചിൽ പ്രാർത്ഥിക്കാൻ വന്നു, എന്നെ കാത്തോണേ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർക്കും കാക്കാൻ പറ്റുകയില്ല. അവരവർ സ്വയം കാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം നിന്നെ നശിപ്പിക്കരുത്, സ്വയം നശിക്കരുത്. ചില ആൾക്കാർ കുറച്ച് ദിവസം മുമ്പ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഒരു യൗവനക്കാരനെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അവന് സ്തോത്രം മർത്തോമ സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹീതനായ ഒരു പ്രഭാഷകൻ്റെ മകനാണ്. ദൈവത്തിന് സ്തോത്രം. പേരൊന്നും ഞാൻ വെളിപ്പെടുത്തത്തില്ല. അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ കുറേ അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ വചനം ജനത്തോട് അറിയിക്കുന്നൊരു മനുഷ്യനല്ലേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് തന്നെ സ്വയം നശിക്കാൻ തോന്നുക, അതുകൊണ്ട് സ്വയമായി അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. സ്തോത്രം. സ്വയം നശിക്കാൻ ശ്രമിക്കുന്നവർ, തെറ്റാന്നറിഞ്ഞിട്ടും ചെയ്യരുതെന്നറിഞ്ഞിട്ടും ചെയ്തു കൂട്ടി സ്വയം നശിക്കാൻ ശ്രമിക്കുന്നവരോട് പറയാം, അരുത്, ഇത് നിനക്ക് വിലക്കിടുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വയം നശിക്കരുത്, ദൈവം നിന്നെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. മൂന്നാമത്തെ കാര്യമാണ്, കർത്താവിന് സ്തോത്രം, പിശാച് നിങ്ങളെ നശിപ്പിക്കരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇനിയും വളരെ പെട്ടെന്ന് ദൂതിലോട്ട് കയറുക. സ്തോത്രം. സ്വയം നശിക്കുന്നവരും ദൈവകോപം നിമിത്തം നശിക്കപ്പെടുന്നവരും ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവകോപം നിമിത്തം ആരെങ്കിലും നശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് കരയണം, കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇനിയും അത് ചെയ്യത്തില്ല. സ്വയം നശിക്കുന്നവരോട് പറയാം, സ്വയം നശിക്കരുത്. ഇത് നിന്റെ ഗുണീകരണത്തിനും മാനസാന്തരത്തിനും മടങ്ങിവരവനും ഉള്ള സന്ദേശമാണ്. മൂന്നാമത്തെ ദൂതാണ്, ദൈവത്തിന് സ്തോത്രം, പിശാച് നമ്മളെ നശിപ്പിക്കരുത്. കൂടുതലും പൈശാചിക ശക്തികളാണ് വ്യക്തികളെ നശിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വെളിപ്പെടുത്തി, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ആ കള്ളം വരുന്നേ. ഇന്ന് പകൽ നിന്റെ ആരോഗ്യത്തെ മോഷ്ടിച്ച്, സമ്പത്തിനെ മോഷ്ടിച്ച് നിന്നെ നശിപ്പിക്കുന്ന ഒരു വ്യാപാരം നിന്നോട് പോരാടുമ്പം പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, നീ നശിക്കാതെ കാക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് അതിന് ആമീൻ പറയും? ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചന വെളിപ്പാടിലോട്ടൊന്ന് കയറാം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുന്നു, മനുഷ്യ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നു കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തും നിന്റെ അതിരിനകത്തും നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നാശം വിതയ്ക്കുന്ന വ്യാപാരങ്ങളത്തെ ഇന്നത്തെ പ്രാർത്ഥനയിൽ പിടിച്ചു കെട്ടണം. ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ അടുത്ത 10-30 മിനിറ്റുകൾ ഇവിടെ വെളിപ്പെടുവാൻ പോകുകയാണ്. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രുക. ഒരിക്കലും ഓപ്പണിംഗ് ഇല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം ചില ഓപ്പണിംഗ് തരാൻ പോവുക. ചില നശിപ്പിക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് മകൾ പിടിച്ചു കെട്ടിയാൽ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരട്ടെ. നിങ്ങൾ എത്ര വചനം കേട്ടാലും മനുഷ്യ മനസ്സുകളിൽ കൂടെ കൂടെ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നശിക്കും നശിക്കും എന്നുള്ള ചിന്ത. ഞാൻ ആദ്യം ആ ചിന്തയെ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പോവാം. സ്തോത്രം. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും യേശുവും കൂടെ ഒരു തടാകത്തിലൂടെ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ കാറ്റ് അടിച്ചു. കാറ്റടിച്ചപ്പം നിങ്ങൾക്കറിയാമോ, യേശുവിൻ്റെ ശിഷ്യന്മാർ കടലും വെള്ളവും കാറ്റുമായിട്ടൊക്കെ ബന്ധമുള്ളവരാ. അവരവിടെ ജനിച്ചു വളർന്ന, മലമ്പ്രദേശത്ത് ജനിച്ചു വളർന്ന, പട്ടണത്തിൽ വളർന്ന നമുക്ക് നീന്തൽ അറിയത്തില്ലെങ്കിലും കടപ്പുറത്ത് ജനിച്ച മുക്കുവന്മാർക്ക് നീന്തൽ നല്ല വശമാണ്. നമ്മുടെ കളിക്കളം ഫുട്ബോൾ കോർട്ടാണെങ്കിൽ അവരുടെ കളിക്കളം കടലും ആറും നദിയും തോടുമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ പിള്ളേർ കളിക്കുന്നത് നമ്മളെപ്പോലെ കുഴിയപ്പം ഉണ്ടാക്കിയല്ല, കടലിലിറങ്ങി നീന്തി കളിക്കും. കടൽ അവർക്ക് ഒരു കളിക്കളവാണ്. എന്നാൽ
അന്ന് വരെ സഹിക്കാത്തൊരു കാറ്റ് അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചപ്പം അവർ കർത്താവിനെ മുട്ടി വിളിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക്, അവരുടെ ഉള്ളിൽ കിടക്കുക, ഞങ്ങളെ നശിപ്പിക്കുന്ന എന്തോ ഒന്ന് ഞങ്ങളുടെ മുൻപിലുണ്ട്. അതിന് യേശു കൊടുത്ത മറുപടി, യേശു എഴുന്നേറ്റ് വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചു, കാറ്റിനെ ശാസിച്ചു. നശിപ്പിക്കുമെന്ന് നിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന സന്ദേശത്തോട് ദൈവം പ്രതികരിക്കുക. ഇന്ന് പകൽ നശിപ്പിക്കുന്നവനെ ശാസിച്ചകറ്റണം. ഞാനൊരു ദൂത് പറയാം, ചില വീടുകളുടെ മേൽ നിന്ന് ചിലരുടെ നോട്ടം ഇന്ന് മാറാൻ പോവുക. നിന്നെ നശിപ്പിക്കാൻ കൂടിയ ചില വ്യാപാര ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്പം പുറകോട്ട് ഇന്ന് ദൂത് പോകണം. നീ നല്ല ലെവലിൽ ഉയർന്നു പോകേണ്ട വ്യക്തിയാണ്. കർത്താവിന് സ്തോത്രം. ഇതല്ല നിനക്ക് ദൈവം വെച്ച ഫ്യൂച്ചർ. അതിനപ്പുറത്ത് ശ്രേഷ്ഠകരമായൊരു ഭാവി ദൈവം വെച്ചിരിക്കുമ്പോൾ അവിടേക്ക് നിന്നെ കൊണ്ടെത്തിക്കാത്ത രീതിയിൽ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന വ്യാപാരങ്ങളുണ്ട്. ഇന്ന് ചിലതിനെയൊക്കെ ശാസിച്ചകറ്റണം. ഇവിടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഈ ദൂത് വെളിപ്പെടട്ടെ. ഓ, ഈ ലൈവിൽ, ഓ കൃപ കൃപ കൃപ, എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ അഞ്ചാമത്തെ പകൽ നിന്റെ സന്തതി ഏതു രാജ്യത്തിരുന്നാലും ഏത് പട്ടണത്തിലിരുന്നാലും അവനെ നശിപ്പിക്കുന്ന വ്യാപാരം ഇനിയും നിന്റെ അതിരിനകത്ത്. കൃപ 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 കൃപ. ഇന്ന് ഞാനൊരു ദൂത് പറയാം, വിടുതൽ എടുത്തിട്ട് നീ ഇവിടുന്ന് പോകാവൂ. നിന്നെ പരസ്യക്കോലമാക്കാൻ പിശാച് ശ്രമിക്കുന്നു. നിന്നെ പരസ്യക്കോലമാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അരുത്, അനുവദിക്കരുത്. ചില മാതാപിതാക്കൾ നമ്മളടുക്ക പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ വളരെ ദുഃഖത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചാൽ, എന്താ ആൻറ്റി? അവൾ നശിക്കരുത്. അതെന്നാ അതെന്നെ അങ്ങനെ പറഞ്ഞ പദം? പാസ്റ്ററെ, അവളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം സിസ്റ്ററെ നിന്റെ മോളെ നശിപ്പിക്കുവാന്ന്? അവിടെ പ്രവൃത്തി കൊണ്ടും അവിടെ ചിന്ത കൊണ്ടും ഞങ്ങൾക്കറിയാം അവളെ ആരോ നശിപ്പിക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം, ദൈവത്തിന് സ്തോത്രം. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഏതോ വ്യക്തികളോ ശക്തികളോ ഉണ്ട്. പക്ഷെ ദൈവാത്മാവ് ദൂത് പറയുന്ന കേട്ടെ, ഈ സ്തോത്രം, ഇസ്രായേൽ മക്കളോട് ദൂത് പറയുന്ന കൂട്ടത്തിൽ പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ ഒരു ആത്മീക ധൈര്യത്തിന് ഞാൻ തരാം. അത് തന്നേച്ച് ഇത് ഞാൻ പറയത്തുള്ളൂ. പറഞ്ഞാലേ ഈ ദൂതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ, 31-ാം അധ്യായം ഒന്ന് എടുത്തേ, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വരാം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാക്കും. അവൻ അതിനെ കാത്ത് രക്ഷിക്കും. അവനതിനെ കാത്ത് രക്ഷിക്കും. നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചതിലോട് ദൂത് പറയാം, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ. എങ്ങനെയാ ദൈവം നിന്നെ കാക്കുന്ന? ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ നശിക്കാതെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പം നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ചില ചിന്തകൾ ഇപ്പം വന്നു കയറും. എവിടൊക്കെയോ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന വ്യാപാരമുണ്ട്. ചിലപ്പോൾ നിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു വ്യക്തിയായിരിക്കും വരുന്നത്. ചിലപ്പോൾ നിൻ്റെ ചിന്തകളിൽ വർഷങ്ങൾക്ക് മുമ്പ് നീ ജോലിസ്ഥലത്ത് അനുഭവിച്ച പ്രതിസന്ധിയായിരിക്കും തലപൊക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ശുശ്രൂഷയുടെ നടുവിൽ ചിലത് ശാസിക്കപ്പെടണം. ഇനിയും നാശം വിതയ്ക്കുന്നത് നിന്റെ അതിരിനകത്ത് വേണ്ട. നശിപ്പിക്കുന്ന വ്യാപാരങ്ങൾ നിന്റെ വീട്ടിൽ വേണ്ട, നിന്റെ സന്തതിയുടെ മേൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരുവന്റെ ജീവിതം നശിപ്പിക്കാൻ പിശാച് ശ്രമിച്ചാൽ എങ്ങനെയാകുമെന്ന് ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീടിനെ, സ്തോത്രം, സാമ്പത്തിക തലത്തെ മുഴുവൻ പൈശാചിക ശക്തികൾ നശിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഓരോന്നിനെ ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കൊന്ന് ജീസസ് ശവപ്പെട്ടികൾക്കകത്താക്കി കല്ലറകൾക്കകത്ത് ഒതുക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്ന് ഒറ്റ ശാസന അന്ന് നശിപ്പിക്കുന്ന വ്യാപാരം ബന്ധിക്കപ്പെട്ടു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്നത്തെ ഈ 5-ാമത്തെ പകൽ ഒരു കയ്യടി യോഗമല്ലിത്. നിന്നെ നശിപ്പിക്കുന്ന വ്യാപാരങ്ങളെ
നിനക്ക് തോന്നും നിന്നോടായി ദൂതെന്ന്, നിനക്ക് തോന്നും നിന്നോടായി ദൂതെന്ന്. നിനക്കൊരു യാത്ര ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിനെ മുന്നോട്ട് വിടാത്ത രീതിയിൽ നശിപ്പിക്കുന്ന പൈശാചി. സ്തോത്രം, സ്തോത്രം. നമ്മളിനി അതിൻ്റെ പല ഭാഗങ്ങളൊന്ന് ചിന്തിക്കാൻ പോവാം. ബൈബിളിനകത്ത് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. മർക്കോസ് 9:22. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയെങ്കിൽ മനസ്സിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. മതി. ഒരപ്പൻ തൻ്റെ മകൻ്റെ കാര്യം യേശുവിൻ്റെ അടുക്കൽ വന്ന് വിവരിക്കുന്ന ശ്രദ്ധിച്ചേ. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അതവനെ നശിപ്പിക്കേണ്ടതിന്. ഈ ദുഷ്ടശക്തിയുടെ ഒരു പോരാട്ടമാണ് നമ്മളെ ലൈഫിനെ, നിലനിൽപ്പിനെ തള്ളിമറിക്കുക. സങ്കീർത്തനക്കാരൻ പറയാം, നീ വീഴാൻ തക്കവണ്ണം എന്നെ തള്ളിയതാ, പക്ഷെ എന്നെ താങ്ങുന്നൊരു ഭുജം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന് പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇന്ന് പകൽ തള്ളിമറിക്കുന്ന വ്യാപാരങ്ങൾ, നിന്റെ കുഞ്ഞിൻ്റെ ജോലി സ്ഥലത്തു നിന്ന് അവനെ തള്ളിമറിക്കുന്ന, അവൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തള്ളിമറിക്കുന്ന, കുടുംബജീവിതത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് തള്ളിമറിക്കുന്ന, ആത്മീക അനുഭവത്തിൽ നിന്ന് തള്ളിമറിക്കുന്ന ചില ദുഷ്ടശക്തികൾ ഇന്ന് കലിതുള്ളി നിൽക്കുമ്പോൾ നിന്നെ നശിപ്പിക്കുന്ന വ്യാപാരത്തെ ഇന്ന് ശാസിക്കണം. ചിലരോട് ദൈവാത്മാ പറയാം, നീ നശിക്കാൻ പോവുകയല്ല, നിന്റെ വീട് രക്ഷപ്പെടാൻ പോവുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ജനിച്ചു വളർന്ന ഒരു കുടുംബ വീടുണ്ടായിരുന്നു, കുടുംബ വീട്. അത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് വെച്ച വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് കുറച്ച് ദിവസമൊക്കെ റെൻറ്റിന് കൊടുത്തു. പിന്നെ ആ വീടിങ്ങനെ പഴകാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു, ആ വീടിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ അടർന്നറന്ന് താഴോണ്ട് വീണുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ജീസസ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾ ഒരു ദിവസം ആ വീട് മറ്റൊരാൾക്ക് വിറ്റു. വസ്തു വിറ്റില്ല, വീട് വിറ്റു. ആമേ. ആൾക്കാർ വന്ന് അതിൻ്റെ ഓട് തൊട്ട് കട്ടള തൊട്ട് കഴുക്കോല് തൊട്ട് ആമേ കെട്ടിയ പണ്ടത്തെ വെട്ടുകല്ല് വരെ, തറയുടെ കല്ല് വരെ തോണ്ടിക്കൊണ്ടുപോയി. ജീസസ്. അതെടുത്തു മാറ്റുന്ന സമയത്ത് ഞാനവിടെ ചെന്ന് നിന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ഈ വീട് നശിക്കുന്നത് പോലെ നിന്റെയും നശിപ്പിക്കുന്ന പ്രതിസന്ധികളെയാണ് നീ ജയിച്ചിരിക്കുന്നത്. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആമി, ഇപ്പൊ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, പക്ഷെ എവിടൊക്കെയോ നാശം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ദൈവാത്മാവ് പറയും, അതിനെ ശാസിച്ചിട്ട് എഴുന്നേറ്റ് പോകാവൂ. കാരണം നീ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ അതിരിനകത്തിനി ആ നാശം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറെ നാൾ മുമ്പ് ഒരു ബിസിനസ്സുകാരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം എന്നോട് പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുക. ഒരു പ്രൊജക്റ്റിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് ആ പ്രൊജക്റ്റിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഇവനോട് പറയണം, നിന്നെ നശിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് നിന്റെ ലൈഫിൽ കയറിയിട്ടുണ്ട്, നീ നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സത്യം പറയാം, എനിക്കത് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ പുള്ളിയോട് പോകാൻ നേരത്ത് പറഞ്ഞു, പ്രൊജക്റ്റ് ഒത്തിരി വരുന്നെങ്കിലും നിന്നെ നശിപ്പിക്കുന്ന ഏതോ ഒരു പോരാട്ടം നിന്റെ കൂടെയുണ്ട്. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിനകത്തും ലോഡ് ജോലിക്കാർ നിൽക്കുന്നില്ല, ജോലിക്കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു, പേയ്മെൻറ്റ് കറക്റ്റ് വരുന്നില്ല, എവിടെ ഒരു ബ്ലോക്ക് 1.5 വർഷമായി ഫീൽ ചെയ്യുന്നു. എന്നാലും ഫൈനാൻഷ്യൽ മേഖല എൻ്റെ സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ നിലനിന്ന് പോവാം. സ്തോത്രം. ഞാൻ പല ആവർത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചു. ഒരു ദിവസം പുള്ളി കരഞ്ഞുകൊണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, സ്തോത്രം, ഞാൻ
നശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ എന്തിനാ ഇവിടെ പറയുന്നേ? ജീസസ്, നിനക്ക് അറിവുണ്ട് നിന്നെ നശിപ്പിക്കുന്ന ഒരു പോരാട്ടം നിന്റെ ലൈഫിലുണ്ടെങ്കിൽ വിടരുത്, അത് പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. ആ നശിപ്പിക്കുന്ന സ്പിരിറ്റിനെ നിന്റെ വീട് എങ്ങനെ പോകണമെന്ന് ബൈബിൾ പറയുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലമുള്ള മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളുമാണ്. നിന്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന ഒരു തൈ പോലെയാകും. നിന്റെ പുത്രിമാർ അരമന മാതിരിയായി. അങ്ങനാണ് ദൈവം ഡിസൈൻ ചെയ്ത ഫാമിലി. എന്നാൽ അതിന് വിരുദ്ധമായി നശിപ്പിക്കുന്ന വ്യാപാരം പ്രവർത്തിക്കുന്നെങ്കിൽ ഇന്ന് അതിനെ പിടിച്ച് കെട്ടിയേ പറ്റൂ. അതാണ് ഈ ഉപവാസത്തിന്റെ 5-ാമത്തെ പകൽ ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഞാൻ പറയാം, ആത്മതലങ്ങളിൽ നിന്നുകൊണ്ട് ഇന്നൊരു ശുശ്രൂഷ നടക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തില് ഞാനൊരു കാണുന്നൊരു കാഴ്ച, ഒരു വമ്പൻ വൃക്ഷം ഞാൻ ഇതിന് നടുവിൽ കാണുകയാ. അത് ആരോടുള്ള വെളിപ്പാടാണ്. ആ വൃക്ഷത്തിന്റെ ഏറ്റവും അടിഭാഗത്ത് മണ്ണും തടിയും കൂടെ ചേരുന്ന ഭാഗത്ത് ഒരു പ്രത്യേക തരം ജീവികൾ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ആ വൃക്ഷത്തെ ആക്രമിക്കുക. അതിന്റെ താഴെ നിന്നൊരു കേട് വ്യാപരിച്ചു. ഇപ്പൊ അത് ഉണങ്ങിയിട്ടില്ല, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഉണങ്ങും. എന്നാൽ ഇന്ന് ദൈവാത്മാ പറയാ, കേട് ബാധിച്ച ഭാഗത്ത് ഒരു ട്രീറ്റ്മെന്റ് നടക്കണം. കത്തി കൊണ്ട് അതിനെ ഇങ്ങനെ ചൂഴ്ന്നെടുത്ത് കൃപ 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 കൃപ. ഈ ബൈബിളില് സത്യമായൊരു വാക്യമുണ്ട്. നിങ്ങളുടെ സത്യം ഞങ്ങളുടെ ചതഞ്ഞ ഓടയവൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. ഞാൻ ഓടയെക്കുറിച്ച് പഠിച്ച സമയത്ത് ദൈവത്തിന് സ്വന്തം ഓടയെന്ന് പറഞ്ഞാൽ ഈറ്റ, അത് വാറിൻ്റെ അല്ലെങ്കിൽ മുളയുടെ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ ഓടയെന്ന് പറയുന്നത്. സാധാരണ നദീതീരത്താണ് ഈ ഓട ഉണ്ടായി നിൽക്കുന്നത്. അക്കാലങ്ങളിൽ ഓട ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഓടയൊരു കൃഷിയായിരുന്നു ആ കാലത്തെ. ദൈവത്തിന് സ്തോത്രം. ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. ദൈവത്തിന് വേലിയേറ്റം വരുമ്പം സ്തോത്രം കരയ്ക്ക് നിൽക്കുന്ന ഓട വെള്ളത്തിലാവും. വേലിയിറക്കം വരുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ഓട കരയ്ക്കാവും. ദൈവത്തിന് സ്തോത്രം. ഉഭയസസ്യങ്ങളിൽപ്പെട്ടൊരു സസ്യമാണ്. ഉഭയജീവിയുണ്ട് തവള, അത് വെള്ളത്തിലും കരയ്ക്കും ജീവിക്കും. അതൊരു ഉഭയജീവിയാണ്. ഉഭയസസ്യത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഓട എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ വേലിയേറ്റം വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേലിയേറ്റം വരുമ്പം വമ്പൻ മീനുകൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. ആ മീനുകൾ ശക്തിയോടെ വരുമ്പം റൂട്ട് നോക്കിയൊന്നുമല്ല മീൻ ഓടുന്നേ. വലിയ വലിയ മീനുകൾ വന്ന് ഈ ഓടയുടെ ചോട്ടിലിടിക്കും. ഇടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഓട ചതയും. ഓട ചതയുമ്പോൾ എങ്ങനെ അറിയുന്നതെന്നറിയാമോ? ഓടയുടെ മുകൾ ഭാഗത്തെ പച്ചിപ്പ് വാടാൻ തുടങ്ങും. കൃഷിക്കാരന് സിഗ്നൽ കൊടുക്കുക, ജീസസ് എവിടോ ചതഞ്ഞപ്പെട്ടിട്ടുണ്ട്. വേലിയിറക്കം നടക്കുമ്പോൾ കൃഷിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? മണ്ണും ചില പച്ചിലകളും ഒരു മിശ്രിതങ്ങൾ ഇങ്ങനെ കുഴച്ചിട്ട് സ്തോത്രം ആ മുറിവേറ്റ ഓടയ്ക്കകത്തോട്ട് വെച്ച് തിരികെ കയറ്റിയിട്ട് ഒരു കയറ് കൊണ്ട് വെച്ച് കെട്ടും. എന്തിനാന്നറിയാം? ഹീലാക്കുക. ഈ ഓട ചതയേണ്ട ഓടയല്ല. ഈ ഓടയ്ക്ക് പല പല പ്രയോജനങ്ങളുണ്ട്. അതിൽ ഓരോ ഓടയാണ് ഇൻസ്ട്രുമെന്റ്സിനകത്ത്. ഈ ഓട ദൈവത്തിന് സ്വന്തം ഫ്ലൂട്ട് വായിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഓടക്കുഴല. ഓടക്കുഴല കൊണ്ടൊരു വായനയുണ്ട്. ഒത്തിരി പേരെ ശ്രുതിമധുരമായ ഗാനങ്ങൾ എത്തിക്കേണ്ട ആ ഓടക്കുഴൽ ചതയപ്പെട്ട് കിടക്കുക. എന്നാൽ യേശുവിനെ കുറിച്ച് പറയും, അവൻ വന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? ചതഞ്ഞതിനെ ഒടിക്കാനല്ല, പിന്നെയും ട്രീറ്റ് ചെയ്യാനാ. ഇന്നിവിടെ ഇരിക്കുന്ന ഈ 5-ാമത്തെ പകൽ നിനക്കേറ്റ ക്ഷതം, നിനക്കേറ്റ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നിന്റെ വാട്ടം ദൈവം കാണുന്നു. മത്സര ഓട്ടം, വള്ളങ്ങളുടെ മത്സര ഓട്ടത്തിൽ അത് വന്ന് ഇടിച്ചപ്പോഴേറ്റ ക്ഷതം, സ്പീഡ് ബോട്ടുകളുടെ പരാക്രമത്തിനകക്ക് വന്നിടിച്ച ആഘാതം നിന്നെ ഉണക്കിയെങ്കിൽ ഇന്ന് പകൽ നല്ല കൃഷിക്കാരൻ ഈ തോട്ടത്തിലുണ്ട്. സഭയാം തോട്ടത്തിൽ നിന്റെ വാട്ടം മാറ്റുവാൻ ഇന്ന് പകൽ ചിലർക്ക് രോഗശാന്തി തരാൻ പോവുക, ചിലരുടെ ചരിത്രം മാറാൻ പോവുക. എഴുതിയിട്ടോ, നിന്നെ നശിപ്പിക്കുന്ന വ്യാപാരങ്ങൾ നിന്റെ അതിരിനകത്തുനിന്ന്
എത്ര പേരൊരു വിടുതൽ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക, ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുക. നീ വാടുന്ന കണ്ടപ്പോൾ നാട്ടുകാർക്ക് സന്തോഷം, പക്ഷെ നീ തലകുനിക്കുന്ന കണ്ടപ്പോൾ നാട്ടുകാർക്ക് സന്തോഷം, കൃഷിക്കാരന് സന്തോഷമില്ല. ഒരു ട്രീറ്റ്മെന്റ് നടക്കാൻ പോവുക ഇന്ന് പകൽ. നീ എന്ന വൃക്ഷത്തെ നീറ്റിക്കളയുന്ന വ്യാപാരങ്ങളെ ദൈവം ഇന്ന് പിടിച്ചു കെട്ടട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, നമ്മളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്, അതിനകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കണം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ട് വെച്ച് പറ, ഇനിയും നിന്റെ അതിരിനകത്ത് നാശം കേൾക്കത്തില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭായോഗത്തിന്റെ നടുവിൽ ഞാൻ പ്രവചിച്ച് പറയുക, നാശം കേൾപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് കേൾപ്പിക്കത്തില്ല. ഓ നാശം, നീ നശിച്ച് കാണുമെന്ന് പറഞ്ഞിടത്ത് നീ ഓ കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഈ അഞ്ചാമത്തെ പകൽ ആരുടെയൊക്കെയോ ലൈഫിൽ നിന്ന് ദുഷ്ടൻ പിടിവിടുക, ആരുടെയൊക്കെയോ ജോലി സ്ഥലത്ത് നിന്ന്, കുടുംബജീവിതത്തിൽ നിന്ന്, സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിന്ന് ദുഷ്ടശക്തികൾ പിടിവിടുന്നു. ഓ ഒരു വിടുതൽ സ്വീകരിച്ച് നിർത്താവൂ. യോഗം നിർത്തിയാലും നിർത്തിയില്ലാലും കുഴപ്പമില്ല. ഓ പാമി ജീസസ്, പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലാലും കുഴപ്പമില്ല. നിനക്കറിയാം നിന്റെ വീടിനകത്ത് എവിടോ ഒരു നശിപ്പിക്കുന്ന സ്പിരിറ്റ് അത് നിന്റെ മോനെ കയറി പിടിച്ചേക്കുന്നു, മോളെ കയറി പിടിച്ചേക്കുന്നു, നിന്റെ ബിസിനസ്സിനെ കയറി പിടിച്ചേക്കുന്നു, നിന്റെ ഉയർച്ചയെ കയറി പിടിച്ചേക്കുന്നു, നിന്റെ ആത്മീക ജീവിതത്തെ കയറി പിടിച്ചിരിക്കുന്നു. നീ കൈയടിക്കുന്നുണ്ട്, ചർച്ച് മെമ്പർഷിപ്പ് ഉണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ നിന്നെ നശിപ്പിക്കുന്ന വ്യാപാരം നിന്നെ പിടിച്ചിട്ടുണ്ട്. അതൊരു മദ്യപാനത്തിന്റെ സ്പിരിറ്റ് ആകാം, ഒരു വ്യഭിചാരത്തിന്റെ സ്പിരിറ്റ് ആകാം, ഒരു പൈശാചിക സ്പിരിറ്റ് ആകാം, നിന്നെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ. ഓ ചിലർക്ക് കാര്യം മനസ്സിലായി, പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അഞ്ചാമത്തെ പകൽ കാര്യം മനസ്സിലാക്കി. എഴുതിയിട്ടോ, നിന്നെ പാരമ്പര്യമായി വിടാത്ത ആ വ്യാപാരം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരുടെ വാട്ടം മാറും, ചിലർക്ക് പുതിയ ഓപ്പണിംഗ് ഉണ്ടാവും, പുതിയ വഴികൾ തുറന്നു വരും. നീ നശിക്കത്തില്ലെന്ന് പറയുന്ന ദിവസങ്ങൾ വരാൻ പോവുക. അപ്പൊ ചോദ്യം, പിശാച് മാത്രമേ നമ്മളെ നശിപ്പിക്കത്തുള്ളൂ? അല്ല, മനുഷ്യര് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 32 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 11-12 വാക്യങ്ങൾ. എന്റെ സഹോദരനായ യേശാവിനെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയായത്, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. കേട്ടോണം, ഞാനൊരു ദൂത് പറയാം. നിന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ചിലർ ഇന്ന് സ്റ്റക്കാവും. അതാ ദൂത്. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ നോട്ടമിട്ട് അരുതാത്ത ബന്ധനങ്ങളെ കടത്തിവിട്ട് നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ചില വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ സ്റ്റക്കാവും. അങ്ങനെ ഇന്നത്തെ വെളിപ്പാട്. ദൈവം എനിക്ക് തരുന്ന വെളിപ്പാടാണ് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ലൈവിലും ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പം എന്നോട് ദൈവാത്മാവ് പറയുക, നിന്നെ നശിപ്പിക്കുന്ന ഒത്തിരി പേരില്ല, ഒരാളുണ്ട്, അതൊരു വ്യക്തിയാ. വെളിപ്പാട് ഞാൻ കണ്ടോണ്ടാ പറയുന്നത്. ഇന്ന് ആ വ്യക്തി നിന്റെ പ്രയറിന്റെ മുമ്പിൽ സ്റ്റക്കാകണം. അവന്റെ വൈരാഗ്യം ചുംബനമായി മാറും. മുമ്പല്ലുകൊണ്ട് ചിരിച്ച് അകമ്പല്ലുകൊണ്ട് ഞറുമി. ഓ യെസ്, ഈ 5 ദിവസത്തെ പ്രാർത്ഥന ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് ജനം ഏറ്റെടുക്കുക. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം
11-12 വാക്യങ്ങൾ. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. ഒരു മനുഷ്യന് കരയാൻ കാരണം അവനെ നശിപ്പിക്കാൻ ഏശാവ് എന്ന് പറയുന്ന ആള് വരുന്നു എന്ന വാർത്ത അവൻ കേട്ടു. സ്തോത്രം. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ നശിക്കരുത്, നീ എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് നന്മ ചെയ്യും, നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നന്മ ചെയ്യാമെന്ന്. ഇപ്പൊ എന്റെ സഹോദരൻ ഏശാവ് എന്നെ നശിപ്പിക്കാൻ വരുവാ, പക്ഷെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നന്മ ചെയ്യാമെന്ന്. ആ പ്രാർത്ഥന കൊല്ലാൻ വന്ന ഏശാവിനെ സ്റ്റക്കാക്കിച്ചു കളഞ്ഞു. ഞാനോട് പറയാം, ചില മനുഷ്യന്റെ ഹൃദയത്തിലെ നിഗൂഢ പദ്ധതികൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ബ്രേക്ക് ആവും. തീരാത്ത കലി, വൈരാഗ്യ ബുദ്ധിയോടെ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ചില കരങ്ങൾ ഇപ്പൊ ഇസബേലിനൊരു ആഗ്രഹം, ഇസബേലിന്റെ കൊട്ടാരത്തോട് ചേർന്ന് കിടക്കുന്ന മുന്തിരിത്തോട്ടം ഇപ്പൊ ചീരത്തോട്ടം ആക്കണം. ഇപ്പൊ എന്തോ ആക്കണം? മുന്തിരിത്തോട്ടം. മുന്തിരി, ബൈബിളിലെ മുന്തിരി എന്ന് പറയുന്നത്, സ്തോത്രം, ആത്മീയ അനുഭവത്തെ കാണിക്കുന്ന. സ്തോത്രം. ഇവിടെ കൊട്ടാരത്തിന് അടുക്ക നിൽക്കുന്ന ഈ മുന്തിരിത്തോട്ടം ഇപ്പൊ വെട്ടിയേച്ച് എന്തോ ചെയ്യണം? കയ്പിചീര നടണം. ലോർഡ്, ഞാനൊരു ദൂത് എന്നോട് പറയാം, ചില കാര്യത്തിലൊക്കെ ദൈവം മിണ്ടാതിരുന്നാലും ചില കാര്യത്തിൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല. മുന്തിരിത്തോട്ടം നശിപ്പിക്കാൻ, സ്തോത്രം, അനുവാദം ചോദിച്ചിട്ടും കൊടുക്കാതിരുന്നവനെ സ്തോത്രം, ശത്രുവിനെ കൊണ്ട് കൊല ചെയ്യിച്ചേച്ച് ആധാരം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പോയ സമയത്ത് ഒരു പ്രവാചകനെതിരെ വന്ന് പ്രവചിക്കുക, ജീസസ്, നീ ആരുടെ രക്തം ചീന്തിയോ ആ രക്തം ചീന്തിയിടത്ത് തന്നെ നിന്റെ രക്തവും ചീന്തും, നായ്ക്കൾ നിന്റെ രക്തം നക്കും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചതിലോടൊരു ദൂത് പറയാം, നിന്റെ മുന്തിരിത്തോട്ടത്തെ, നിന്റെ ആത്മനിറവിന്റെ അനുഭവത്തെ കയ്പിച്ചീരയാക്കാൻ നോക്കുന്ന ചില ഇസബേലിയ സ്പിരിറ്റുകൾ, ചില ആഹാബ്യ ഒന്നാമത്തെ സന്ദേശം, ഞാൻ പെട്ടെന്ന് കമ്പി വാചകത്തിൽ പോകുന്ന അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഈ ദൂത് തീരണം. 5 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരത്തില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് തൊടുക. നിന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തിയുണ്ട്. 2, നിന്നെ നശിപ്പിക്കുന്ന മാനുഷിക ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകാം. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 3-4 വചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 3-4 വചനങ്ങൾ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലിയക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേൽ മക്കൾ അനുഭവിക്കേണ്ട നന്മകളെ നശിപ്പിച്ചു കളയുക. സ്തോത്രം. ചെല്ലു പറയും, ബ്രദറെ, പ്രാർത്ഥനയുടെ മറുപടിയായി കേട്ടോ, ഇപ്പം നന്മ എൻ്റെ അടുക്ക വരും. ഹല്ലേലൂയ. പക്ഷേ അത്, സ്തോത്രം, ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പല രാജ്യത്ത് പോകാനായിട്ട് 5 ഏജൻസികളിൽ 3 ലക്ഷവും 4 ലക്ഷവും 2 ലക്ഷവും വീതം കൊടുത്ത് 20 ലക്ഷം രൂപ പല ഏജൻസി കൊടുത്തിട്ടുണ്ട്. ഒന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല, ഒരിടത്തും പോകാനും പറ്റിയിട്ടില്ല.
ഒരു ഏജൻസി പറഞ്ഞു വിസ റെഡിയാ, പെട്ടിയെല്ലാം പാക്ക് ചെയ്തോ, ഇന്ന് വൈകിട്ട് ടിക്കറ്റ് വന്ന 4 പോണം. അത് പറഞ്ഞിട്ട് ഇപ്പം കൊല്ലം 5 സ്തോത്രം. നോക്കിക്കേ, ഇവിടെ എന്താ നിങ്ങൾ പഠിക്കേണ്ടേ? നീ അനുഭവിക്കേണ്ടതിനെ എല്ലാം നശിപ്പിച്ച് കളയുക. വീണ്ടും ഞാൻ പറയുന്നു, ഈ മൊബൈൽ താഴെ വിട്ട് ചെതറിച്ച് കളഞ്ഞാൽ എനിക്കും പ്രയോജനമില്ല, ചെതറിച്ചവനും പ്രയോജനമില്ല. ജീസസ്, നിനക്ക് ജീവിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, പക്ഷേ ആർക്കും പ്രയോജനമില്ലാതാക്കി കളയുക. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ചിലരോട് പറയാം, ആ നശിപ്പിക്കുന്ന വ്യാപാരങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനയെ പിടിച്ചു കെട്ടണം. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ ശത്രു വന്ന് വിളവ് നശിപ്പിച്ച് കളയും. ഞാനൊരു ദൂത് പറയുക, ഇന്ന് ദൈവം അനുവദിച്ചാൽ ഈ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകൽ നിനക്ക് അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ പലതും നിനക്ക് അനുഭവയോഗ്യമാകും. നിന്റെ എവിടൊക്കെയോ ചില യാത്രകൾ ഓപ്പണായി വരിക. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയാം, നടക്കത്തില്ലെന്ന് വന്ന് തിരിച്ചു തന്ന ഫയല് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ പോവാ. കണ്ടോ, കൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ്. ഞാൻ വീണ്ടും പറയും, നശിപ്പിക്കുന്ന സ്പിരിറ്റ് ഈ പ്രാർത്ഥനയിൽ നോക്കി. തടസ്സങ്ങൾ മാറിയാൽ കാര്യങ്ങൾ ക്ഷണത്തിൽ നടക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ഇന്നലെ വൈകിട്ട് ഒരാൾ സംസാരിച്ചു, അവർക്ക് ഒരു ഷോപ്പ് വിൽക്കാനുണ്ട്. അവരാന്ന് 9 മാസം കൊണ്ട് പ്രാർത്ഥിക്കുക ആ ഷോപ്പ് വിൽക്കാൻ. അത് വിറ്റത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ശനിയാഴ്ച രാത്രി വന്ന് ഷോപ്പ് കണ്ടു, തിങ്കളാഴ്ച രാവിലെ അഡ്വാൻസ് കൊടുത്തു, ബുധനാഴ്ച രാവിലെ മൊത്തം പൈസയും കൊടുത്തു. കേട്ടോ, നടക്കാനാണേ ഒരു തടസ്സവും. പക്ഷെ പ്രശ്നം, നിന്റെ നന്മയെ നശിപ്പിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്. ലോർഡ്, ഇന്നത് പൊട്ടിയാൽ നിനക്കൊരു ചലനം നിനക്ക് കാണാം. ഞാൻ ആത്മാവിലൊരു ശബ്ദം കേൾക്കുന്നു. ഈ പ്രാർത്ഥന ചലനം തരുന്ന പ്രാർത്ഥനയാ. നിന്റെ പാരമ്പര്യ വ്യാപാരങ്ങൾ, നീ വിട്ടിട്ടും വിടാത്ത ചില മിശ്രമ്യ ശക്തികൾ, പരമോന്യ വ്യാപാരങ്ങൾ, പൈശാചിക വ്യാപാരങ്ങൾ ഈ പ്രാർത്ഥനയിൽ ബ്രേക്ക് ആണോ? യെസ്, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. എവിടോ 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 കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഈ ചില തടസ്സങ്ങളൊക്കെ നീങ്ങിയ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുന്നു. വളരെ പെട്ടെന്ന്. ഒരാമയും പറഞ്ഞാട്ട് എങ്ങനെയാണ്? വളരെ പെട്ടെന്ന്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് വെച്ചോരാ, വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോവാന്ന് പറ. യേശുവിൻ്റെ നാമം. അടുത്തിരിക്കുന്ന ആളെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ജീസസ്, നശിപ്പിക്കാൻ വരുന്ന ചില വ്യക്തികൾ ഇപ്പോഴും പദ്ധതി ഇട്ടിരിക്കുന്ന പലരും നിനക്ക് മുമ്പിൽ സ്റ്റക്കാവും. നിനക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ പ്രവചിക്കുന്നില്ല, പക്ഷെ അനുഭവം ഉണ്ടാവും. ചിലർ വന്ന് നിന്നോട് ക്ഷമ പറയും. ഞാനാ ഉപദ്രവിച്ചോണ്ടിരുന്നേ, ഞാനാ കൃപ കൃപ കൃപ. എന്തോ വലിയ വിടുതലുകൾ സംഭവിക്കുക. കെട്ടിയിട്ട മൃഗത്തെ പോലെ, കെട്ടിയിട്ട വള്ളത്തെ പോലെ ഒരേ സ്ഥലത്ത് കടത്തി കറക്കിക്കൊണ്ടിരിക്കുന്ന ആ നശിപ്പിക്കുന്ന സ്പിരിറ്റ് ഇന്ന് പകൽ കൂടാരത്തിന്റെ കുറ്റിയെ ഊരിമാറ്റ്. അത് വിശാലമാകാൻ പോവുക. ഉണ്ടോ? എവിടോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സ്വപ്നം ഫലിക്കാൻ പോവുക. നീ കേട്ട ദൂത് ഫലിക്കാം. സമയം അതിക്രമിച്ചുകൊണ്ട് ദൂത് അവസാനിപ്പിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞേച്ച് പ്രാർത്ഥിക്കാം. ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. ഒരു 2 മണിക്കൂറോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദൂത് വെളിപ്പെടുത്തായിരുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ
മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. മുന്തിരിത്തോട്ടം പൂത്തിരിക്കയാൽ. മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ. ഈ ബൈബിളില് അത്തിയെക്കുറിച്ചും ഒലിവിനെക്കുറിച്ചും മുന്തിരിയെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തി യഹൂദന്റെ രാഷ്ട്രീയ നിലവാരത്തെയാണ് കാണിക്കുന്നത്. ഒലിവ് യഹൂദന്റെ ഭൗതിക നിലവാരത്തെയാണ് കാണിക്കുന്നത്. മുന്തിരി യഹൂദന്റെ ആത്മീക നിലവാരത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ പറയുകയാണ്, എൻ്റെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുന്തിരി നടുന്ന എന്തിനാ? പ്ലാവ് വീട്ടിൽ നടുന്ന എന്തോനാ? എന്തോനാ ഫലമുണ്ട് അല്ലേ? പ്ലാവ് ഇങ്ങനെ വളർന്ന് അതൊരു കുഞ്ഞ് ഫലമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും അതിന് ചവിട്ടിപ്പോവും. പേര എന്തിനാ നടന്നേ? ഷുഗറിന് പേരയിലിട്ട് വെള്ളം കുടിക്കാനാണോ? അല്ല, ആ കൂട്ടത്തിൽ കുടിക്കുന്നേ ഉള്ളൂ. പിന്നെന്തുവാ? എന്തിനാ? ഫലത്തിനാ. ഈ ബൈബിളിൽ ഫലം തെരഞ്ഞു വരുന്ന യജമാനുണ്ട്. ഒന്നേച്ച് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ചിലരുടെ നിപ്പൊക്കെ കണ്ടാൽ വലിയ ഐറ്റം ഉണ്ടെന്ന് തോന്നും, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഒന്നുമില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ എന്താ ദൂത്? ഒരു ചാമ്പ നടുന്ന എന്തിനാ? ചാമ്പയെന്ന് ഫലമാ. എൻ്റെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു. ഈ ശൂലമി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ ശലോമോനൊരു കുഴപ്പമുണ്ട്. ആരെ കണ്ടാലും പുള്ളിക്ക് കെട്ടണം. അങ്ങനെ കെട്ടി 1000 കെട്ട് കെട്ടി. ഒന്നേ കെട്ടാവൂ, രണ്ടാമത് കെട്ടിയ എന്താ ഭാഷ നീ അനുഭവിക്കും. ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലമുള്ള അതിനർത്ഥം എന്തുവാ? ചുറ്റി അങ്ങ് കടന്നോളും. ചിലർ 2-3 ഒക്കെ ചുറ്റുന്നുണ്ട് ചിലരെ. പോട്ടെ, അതിന് പാഷൊക്കെ എനിക്ക് കുഴപ്പമില്ല, നീ തന്നെ അനുഭവിക്കും. പോട്ടെ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് മുന്തിരിവള്ളി ചുറ്റാൻ നിൽക്കുക. പക്ഷേ നിന്നു കൊടുക്കരുത് ചുറ്റാൻ, കയറി ചുറ്റിക്കളയും. കാരണം ഒരാൾക്ക് ഒരു കുടുംബമേ പോറ്റാൻ പറ്റും. ഒരു ഭാര്യ അവരുടെ പിള്ളേരെ പോറ്റാൻ പറ്റും, വേറെ പോറ്റാൻ പറ്റുകയില്ല. പോട്ടെ, അതൊന്നും ഇപ്പൊ പറയേണ്ട സാഹചര്യം അല്ലല്ലോ, എന്നാലും പറയട്ടെ. അപ്പൊ ഈ ശലോമോൻ കെട്ടാൻ വന്നപ്പോ ഇവള് പറഞ്ഞു, എനിക്ക് വേറൊരു പ്രിയനുണ്ട്. എനിക്ക് എന്തുവാ? വേറൊരു പ്രിയൻ. ഒരിക്കൽ ഒരു ചെറുക്കന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പെണ്ണോട് ചോദിച്ചു, വേറെ ആരുടെ പ്രണയം ഉണ്ടോ? പറഞ്ഞു, ഒരാളുമായിട്ട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു. അവൻ അന്നേരമേ ലഡുവും എടുത്ത് മുറിച്ചായിരുന്നു, അവിടെ വെച്ചേച്ച് അവൻ എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണിൻ്റെ അപ്പം പറഞ്ഞു, അത് ആരോടാ അത് ചോദിക്കാൻ പറഞ്ഞു. അപ്പന് മനസ്സിലായി അത് ആരോടാ ചോദിച്ചു. പറഞ്ഞു, യേശുവാണ് എൻ്റെ ഏറ്റവും വലിയ പ്രേമനാഥൻ എന്ന് പറഞ്ഞു. അന്നേരം അവൻ ഇരുന്ന് ആ മുറിച്ച ലഡു എടുത്ത് പിന്നെയും കഴിച്ചു. ആ കല്യാണം നടന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അപ്പം ഈ ശലോമോന് ഇവളെ കണ്ടപ്പം പറഞ്ഞു, കെട്ടണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് വേറൊരു പ്രിയനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ രാജാവലിയോ വലിച്ചോണ്ട് കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ 1000 യുവസുന്ദരികളെ ഇങ്ങോട്ടും കൊണ്ട് നിരത്തി നിർത്തി, നല്ല വടിവത്ത ശരീരം, കൊത്തിയെടുത്ത ശില്പി പോലെ നിൽക്കുക. എല്ലാം നിരത്തി നിർത്തിയ ചോദിച്ചു, അമ്മി നിന്റെ പ്രിയൻ ഇവരെക്കാൾ സുന്ദരനാണോ? അവള് പറയുക, അമ്മി 1000 നിർത്തിയുള്ളൂ, 10,000ങ്ങളിൽ സുന്ദരനാണ്. ഓ ഗ്ലോറി. ആ ഇടയപ്പെണ്ണിനെ ആങ്ങളമാരെ കൊണ്ട് ശലോമോനെ ഇടപെടിപ്പിച്ച് അവളെ വീട്ടിൽ നിന്ന് ഇടയച്ചിറക്കനെ കാണാത്ത സാഹചര്യം ഉണ്ടാക്കി മുന്തിരിത്തോട്ടത്തിന് മേളിൽ കിളിയെ ഓടിക്കാൻ കൊണ്ടിരുത്തി. അന്നേരം അവള് പറയുക, ദേ അമ്മി ഈ മുന്തിരിത്തോട്ടത്തിൽ കിളിയെ ഓടിക്കുന്ന വലിയ മാടത്തായിരുന്നോണ്ടാ, അതിന്റെ മോളിൽ ഇരുന്നോണ്ട്, ദേ എന്റെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു, അതിനെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പിടിച്ചു കെട്ട.
ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് വെളിപ്പെടുന്ന ആത്മനിറവിനെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ, ഇതിനകത്തൊരു ആത്മീക ശുശ്രൂഷ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നശിപ്പിക്കുന്ന വ്യാപാരം. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ പിടിച്ചുകെട്ട്. അവസാനത്തെ കാര്യം പറഞ്ഞു നിർത്താം. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിന്റെ അതിരിനകത്ത് ഇനിയും ശൂന്യവും നാശവും കേൾക്കത്തില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിനക്കൊരു മതിലുണ്ടെന്നും നിനക്കൊരു വാതിലുണ്ടെന്നും അത് രക്ഷയും സ്തുതിയുമാണെന്ന് നാട്ടുകാർ കാണത്തക്ക രീതിയിൽ നിന്നെ ഒരു ഉറപ്പുള്ള പ്രതലത്തിൽ എവിടൊക്കെയോ നശിപ്പിക്കുന്ന സ്പിരിറ്റുകൾ വിട്ടുപോകുന്നു. ആരെയൊക്കെയോ നശിപ്പിക്കുന്ന പിടി മുറുക്കിയതാ, ഇനി മുറുക്കത്തില്ല. ഇനി മുതൽ പിടി അയയും. ഞാനൊരു കാഴ്ച കാണുന്നതോടെ പറയാം. എന്നെക്കാട്ടി നല്ല ആരോഗ്യമുള്ള ആളാ സാംജി. ഞാൻ സാംജിയെ എൻ്റെ കൈ കൊണ്ട് പുള്ളിയുടെ തോളയിൽ അമർത്തി പിടിച്ചാൽ പുള്ളി ആരോഗ്യവാനാന്നേലും അവിടെ നിൽക്കത്തില്ലയോ? എന്നാൽ ഒരു പാത്രത്തിലെ എണ്ണയ്ക്കകത്ത് ഞാൻ പിടിച്ചാൽ പിടിമുറുകാത്ത പോലെ ഇനിയും ദുഷ്ടന് നിന്നെ പിടിക്കുമ്പം അവൻ്റെ പിടിയിൽ നീ ഒതുങ്ങി. വെളിപ്പാടില്ല ദൂത് പറയുന്നത്, ഒതുങ്ങിക്കൊടുക്കത്തില്ല.